ഹായ് ഹലോ സുഹൃത്തുക്കളെ ആയാലോ ചങ്ങായിമാല ആയാലോ ഫ്രണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണണോട്ടെ കാണാതിരിക്കരുത് കേട്ടാ. തൊപ്പിന്റെ പ്രവർത്തനങ്ങൾ എല്ലാവരും സമ്മതിക്കണം. ഭയങ്കരമാണ് ഈ വീഡിയോ, കണ്ടിട്ടേ കാണണോട്ടാ, കാണാതിരിക്കരുത് ഈ വീഡിയോ. നിങ്ങൾ അഭിപ്രായം. ഓക്കെ, വെൽക്കം ബാക്ക് ടു വ്ളോഗ്. അപ്പം ഇന്നത്തെ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. ഇന്ന് സീരിയസ് വ്ളോഗാണ്, കുറേ കോമഡിയൊന്നുമില്ല. അപ്പം നമ്മൾ മുന്നേ ലൈവിൽ ഒരു സ്റ്റെം സെൽ ഡൊണേഷൻ്റെ, ഒരു ക്യാൻസർ അവയർനെസ്സിൻ്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ അന്ന് നമ്മൾ പറഞ്ഞിട്ടും സ്റ്റെം സെല്ലിൽ മാച്ച് ആവാത്ത 3 പേഷ്യൻസ് ഉണ്ട്, 3 കൊച്ചുകുട്ടികളാണ് പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് കോട്ടയത്ത് അവരെ വീട്ടിലേക്ക് നമ്മൾ പോവാണ്. അപ്പം ഇന്നത്തെ ദിവസം അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും തിരുവല്ലയിലുള്ള അവരെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോകുന്നതിന് ഒരു 10 കിലോമീറ്റർ മുന്നേ ഇവിടെ നിർത്തിയിട്ടുള്ള നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അവിടെ പോയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ക്യാൻസർ അവയർനെസ്സിന് വേണ്ടി മാറ്റി വെക്കുകയാണ്. പിന്നെ സ്റ്റെം സെൽ ഡൊണേഷൻ, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ബാക്കി ഞാൻ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യാം. ഷമീർ ഇന്നലെ ഷമീറിൻ്റെ ആദ്യത്തെ സ്ട്രീം ചെയ്തിട്ടുണ്ട്. ഷമീർ സ്വന്തം വീടാണത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് കോമഡിത്തരങ്ങളൊന്നും ഇല്ല, കുറച്ച് സീരിയസ് വിഷയം, കുറച്ചൊരു ഇമ്പോർട്ടൻറ്റ് മിഷനുമായിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് പിള്ളേരെ പോയിട്ട് കാണാം. ഹായ് ഗൈസ്. ഗ്രേസി ഈ വീട്ടിലാണോ? ആണോ? അല്ല, ഇതാ ഇവർ 3 പേരാ അല്ലേ? ഹായ് ഗൈസ്, വാ ഇവിടെ ഇരുന്നോ. ആർക്കാ നാണം കൂടുതൽ? ഇവനക്കാണോ? ഇരിക്കേ, വാ ഇങ്ങോട്ടിരിക്കും, അടുത്തോട്ടിരിക്കും, മോളിരിക്കും. ഇതാ ഫാദർ, ഇതാ നിങ്ങളാണോ? ആ ഓക്കെ. മോൻ്റെ പേരെന്താ? മോൻ്റെ ഫൈസി, മോള് ഫൈഹ. ഫൈസി. ഓക്കെ. അപ്പം 3 പേര് ഗൈസ്. നമ്മൾ അന്ന് ലൈവിൽ റിയാക്ട് ചെയ്ത വീഡിയോയിലുള്ള ഇവർ 3 പേരായിരുന്നു ഗൈസ്. നമ്മളിവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് മിഷനായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് തൽസീമിയ എന്ന് പറഞ്ഞൊരു രോഗത്തിലാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്റ്റെം സെൽ ഡൊണേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ അന്ന് ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് എത്ര ഇത് വന്നു? 400 രജിസ്ട്രേഷൻസ് വന്നു. ഓക്കെ, അപ്പോൾ 400 പേരിൽ കൂടുതൽ എന്തായാലും സ്റ്റെം സെൽ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും പോരാ, ഇതുവരെ മാച്ച് ആയിട്ടില്ല തോന്നല്ലേ. അതെ, ഗ്രേസ് ഒന്ന് മാറിയിരിക്കുന്നത്. അന്ന് ലൈവില് എന്തെങ്കിലും മോശം അനുഭവം ഒന്നുമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്നിട്ട് എങ്ങനെയുണ്ട്, എങ്ങനെ പോകുന്നു? അയ്യോ, അവിടെ ഒന്നും വാങ്ങിയില്ലല്ലേ, മറന്ന് നമ്മള് തിരക്കില്ല. ഞാൻ ജീവിതത്തിൽ അതിന് ഇത്ര നേരത്തെ എണീക്കുന്ന രാവിലെ. ഞാൻ എപ്പോഴും വൈകുന്നേരം 5 മണിയാണ്, 4 മണി 5 മണി ആയതുകൊണ്ട് എന്നെ തല പൊങ്ങൂല. ഞാൻ ജീവിതത്തിൽ അതിന് രാവിലെ 8 മണിക്ക് 7 മണിക്കെല്ലാം എണീക്കുന്നത്. ഞാൻ മറന്ന് തിരക്കിട്ട് ഓടുന്നതിൻ്റെ ഇടയിലായിരുന്നു. അപ്പം എന്തായാലും തൽസീമിയ എന്നുള്ള ഡിസീസാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്റ്റെം സെൽ ഡൊണേഷൻ്റെ രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി 400+ ഡോണേഴ്സ് വന്നിട്ടുണ്ട്. അപ്പം അത് പോരാ, അതിലും കൂടുതൽ ഡോണേഴ്സിന് വേണം. എനിക്ക് തോന്നുന്നു ഇത് എത്ര ഡോണേഴ്സാണ് നമ്മൾ ചിന്തിക്കുന്നത്? കണക്ക് വെച്ചിട്ട് 10 ലക്ഷത്തിൽ ഒരാൾക്കാണ് കിട്ടാനുള്ള സാധ്യത. നമുക്ക് അത്രയും കൂടുതൽ രജിസ്ട്രേഷൻസ് കിട്ടിയാലാണ് അത്രയും ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇവർക്ക് മാച്ച് ആവുന്ന ഒരു സ്റ്റെം സെൽ ഡോണറും മാച്ച് ആവണമെങ്കിൽ 10 ലക്ഷം ആൾക്കാർ ഇതിൽ ഡോണേഴ്സായിട്ട് വന്നാൽ അതിലൊരാൾക്ക് മാച്ച് ആവാൻ സാധ്യതയുള്ളൂ. അങ്ങനെയല്ലേ? അല്ലേ? ഒരു കണക്ക് വെച്ചിട്ട് 10 ലക്ഷത്തിൽ ഒരാളെ മാത്രമേ ഡോണർ മാച്ച് ആവാൻ സാധ്യതയുള്ളൂ. ഓക്കെ, സാധാരണ നമ്മൾ എന്തെങ്കിലും ഇതാണെങ്കിൽ നമുക്ക് ഫണ്ട് റേസ് ചെയ്യാനുള്ള ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ഇത് അതുപോലെയല്ല. ഇത് പൈസ കൊടുത്താൽ കിട്ടാത്ത കുറേ കാര്യങ്ങളുണ്ട് ഇതുപോലുള്ള. അപ്പം ഈ സ്റ്റെം സെൽ എന്ന് പറയുന്ന സാധനം നിങ്ങൾ വിചാരിക്കുന്ന പോലെ പൈസ കൊടുത്താൽ നമുക്ക് വാങ്ങാൻ പറ്റുന്നല്ല. എത്ര കൂടുതൽ ആൾക്കാർ ഇത് രജിസ്റ്റർ ചെയ്യുന്നോ അത്രയും ഇവർക്ക് ഡോണേഴ്സ് മാച്ച് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം എന്തായാലും നമ്മൾ കഴിഞ്ഞ ലൈവ് പോലെ തന്നെ താഴെ നമ്മൾ ലിങ്കും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. പറ്റുന്നവരെല്ലാം മാക്സിമം ഡോണേഴ്സ് ആവാൻ ശ്രമിക്കുക. ഇതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പറയാം. അല്ല, ശരിക്കും ഇവർക്ക് എന്നെ അറിയോ? കാണലുണ്ടോ? എന്താ എൻ്റെ പേരെന്താ? നിനക്കറിയാല്ലേ? നിനക്കോ? കാണലുണ്ട്? വീഡിയോ കാണോ? എങ്ങനെ അറിയാം? എങ്ങനെ വീഡിയോ ആരാ പറഞ്ഞു? ആരാ കാണിച്ചു തന്നെ? ഫ്രണ്ട്സോ? ഇവിടെ ഫ്രണ്ട്സ് ഉണ്ടോ? ഇവിടെ അടുത്തൊക്കെ പിള്ളേരുണ്ടോ? ഫ്രണ്ട്സ് ഉണ്ടോ? ഉണ്ടോ? ഇതിലെന്താ ആയാണോ? ഈ അസുഖത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അയൺ. നമ്മുടെ ശരീരത്തിൽ ഫോർട്ടീൻ്റെ അളവ് കൂടും. അത് 600 താഴെ വരാൻ പാടുള്ളൂ. ഇയാളെ സംബന്ധിച്ച് അത് 6000 ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാസത്തിൽ 20 ദിവസം കൂടും. അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് വന്ന് ഹാർട്ട്, സ്പ്ലെയിൻ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ അടിഞ്ഞുകൂടി. അപ്പൊ ഈ മെഷീൻ അത് ബാലൻസ് ചെയ്യോ? ഇത് അത് കുറയ്ക്കാനുള്ള മെഡിസിൻ ആണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ മെഷീൻ ഇതിൽ ലൈറ്റ് കാണുന്നു, ഒരു മെഷീൻ ഉണ്ട് അതിനകത്ത്. ഓക്കെ,
ലോഡ് ചെയ്ത് വെച്ചിരിക്കുക മെഡിസിൻ. ഇത് ഇങ്ങനെ പ്രസ് ആവും അല്ലേ? ടൈമിങ്ങിനനുസരിച്ചിട്ട് മെല്ലെ മെല്ലെ പ്രസ് ആവും. 12 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് അത് ഫിനിഷ് ആവും. ഓരോ 12 മണിക്കൂർ കൂടുമ്പോൾ ഇതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം. ഞങ്ങൾക്കല്ലെങ്കിൽ പോലും വേറെ അതെ. അങ്ങനെ കിട്ടിയിട്ടുണ്ട്. സംഭവം എന്ന് വെച്ചാൽ അഥവാ നിങ്ങളിപ്പം ഈ ഇത് ഡൊണേറ്റ് ചെയ്തിട്ട് ഇവർക്ക് മാച്ച് ആയിട്ടില്ലെങ്കിൽ പോലും വേറെ ആർക്കെങ്കിലും ഒരാൾക്ക് മാച്ച് ആകാനുള്ള സാധ്യത ഉണ്ട്. ആരെങ്കിലും ഒരാൾ രക്ഷപ്പെടും എന്തായാലും. ഞാൻ പറഞ്ഞ പോലെ തന്നെ പറ്റുന്നവരെല്ലാവരും ഡോണർ ആവാൻ ശ്രമിക്കുക. രജിസ്ട്രേഷൻ മാത്രമല്ല വേണ്ടത്, ഇതിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം രജിസ്റ്റർ ചെയ്യാനായിട്ട്. അതായത് ഒരു ഡോണർ ഞാൻ ആകും, ആ ഒരു ഉറപ്പിൽ വേണം രജിസ്റ്റർ ചെയ്യാൻ. അഥവാ ആ ഡോണർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ഫൈനൽ സ്റ്റേജ് വരെയും ആ ഒരു മനസ്സിൽ തന്നെ മുന്നോട്ട് പോകും. കഴിഞ്ഞ ആഴ്ച ഒരു മാസത്തോളം ഇയാൾ വെന്റിലേറ്റർ ഐസിയിലൊക്കെ ആയി. കഴിഞ്ഞ മാസം 8-ാം തീയതി കയറിയത്. കഴിഞ്ഞ ആഴ്ച ഡിസ്ചാർജ് ചെയ്തത്. ഡോക്ടർ പറഞ്ഞത് ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അന്ന് ഡോണറെ അന്വേഷിച്ച് നടന്ന് പുതിയായി. ഇവന്റെ കാര്യത്തിൽ റിസ്ക് എടുക്കാനേ പറ്റത്തില്ല. രണ്ടും കൽപ്പിച്ച് ഞങ്ങളിൽ ആരെങ്കിലും ഹാഫ് മാച്ചോ എത്രത്തോളം യൂസ്ഫുള്ളാണെന്ന് അറിയത്തില്ല. അതെങ്ങനെ മനസ്സിലായില്ല. ഫുൾ മാച്ച് ഇപ്പൊ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഹാഫ് മാച്ച് വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് റിസ്ക് കൂടുതലാണ്. പൈസ ചെലവും കൂടുതലാണ്, റിസ്ക്കും കൂടുതലാണ്. 30% പേഷ്യൻസിന് ഫാമിലിയിൽ തന്നെ ആരെങ്കിലും ഒരു ഫുൾ മാച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട്. ബാക്കി 70% പേഷ്യൻസിനോട്. അപ്പൊ നിങ്ങൾ ഫാമിലിയിൽ മാച്ച് ഇല്ല നോക്കിയോ? മൊത്തം നോക്കി? പോലെ നോക്കിട്ടോ. ഇന്നലെ എന്നോട് പറഞ്ഞു എനിക്ക് ധൈര്യം കുറയുന്ന പോലെ ഒരു പേടി ഉണ്ടെങ്കിൽ ട്രാൻസ്പ്ലാന്റിന്റെ കാര്യത്തിലോട്ട് പോകുന്നതോടെ എനിക്ക് പേടി. അപ്പൊ ഞാനിങ്ങനെ ഓരോന്ന് വന്നു ജർമ്മനിയിൽ നിന്ന്. പിന്നെ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ ഫുള്ള് തൊപ്പിയുടെ അക്കൗണ്ടിൽ, അതായത് നീ അത് തൊപ്പിയുടെ അക്കൗണ്ടിൽ പോയാൽ ഫുള്ള് വീഡിയോ കാണാൻ കഴിയോട്ടാ. അപ്പൊ മറക്കരുത്, അവിടെ പോയിട്ട് ഫുള്ള് വീഡിയോ കണ്ടാൽ എല്ലാം അറിയാം. എന്താണെന്ന് പറയേണ്ടത് എല്ലാം അതിലുണ്ട്. ഫുള്ള് വീഡിയോ തൊപ്പി നിഹാദ് അതിന്റെ അക്കൗണ്ടിൽ പോയി യൂട്യൂബിൽ പോയാൽ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് അതായത് ഇതൊരു നല്ലൊരു പ്രവർത്തനം, നല്ലൊരു കാര്യം ചെയ്താണ്. നിങ്ങൾ ഇതിന് കമന്റ് ചെയ്യണം. നല്ല കാര്യത്തിന് ഒരു സല്യൂട്ട്. എല്ലാവരും ആ വീഡിയോ കാണണം, കണ്ടിരിക്കണം. ഓക്കെ.